ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പുതിയ ബെഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാനിത് ഉറി കെട്ടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് മുന്നേ. നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമാണ് കേട്ടോ, വൈറ്റ് കളറിലെ ഓയിസ്റ്റർ മഷ്റൂമാണിത്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റ ഓയിസ്റ്ററിൻ്റെ ബാഗ് നമ്മളിലിപ്പോൾ ഉള്ളൂ. അതാണ് കേട്ടോ, ഇത് നല്ല ബഞ്ചായിട്ട് തന്നെ മഷ്റൂം വന്നിട്ടുണ്ട് കേട്ടോ. ചിപ്പിയുടെ ആകൃതി, ചിപ്പിക്കൂൺ എന്ന് പറയുന്നത് ചിപ്പിയുടെ ആകൃതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആദ്യ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ മൈസീലിയം പടർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബെഡിൽ. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ബെഡാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കുറേ ബെഡുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ബാഗ് കംപ്ലീറ്റ് നശിച്ചു പോയിട്ട് പുതുതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇത്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ മഷ്റൂം എല്ലാം വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഒരുപാട് മുകുളങ്ങളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇത് ചൂട് കൂടുതൽ കാരണം നമുക്കിത് നിൽക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ 30 ഡിഗ്രിക്ക് എബോയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നിൽക്കുമോ അറിയത്തില്ല. അത് കണ്ടിട്ടില്ല, ബഞ്ചായിട്ട് തന്നെ ഒരുപാട് കൂണിൻ്റെ മുളപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വന്ന കൂണിനെ വിളവെടുക്കാം കേട്ടോ. ഞാനായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചപ്പോഴത്തേക്കും ആ ബെഡിൻ്റെ ഒരു പോർഷനിൽ നിന്ന് തന്നെ ഇളവി വന്നു കേട്ടോ. പക്ഷേ അത് ഹീലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ച ആ കൂണിൻ്റെ ആ പോർഷനിൽ തന്നെ പിന്നെയും മൈസീലിയം പടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പം ഇളവി വരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. നമ്മളിത് ബെഡ്മേറ്റിൽ ചെയ്തുകൊണ്ടാണോന്ന് അറിയത്തില്ല. നമ്മുടെ വൈക്കോലിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇളവി വരുമായിരുന്നു. ബെഡ്മേറ്റിൽ കുറച്ച് പ്രഷർ കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബെഡിൽ നിന്നും നമ്മൾ പറിക്കാൻ നേരത്ത് കുറച്ചധികം പ്രഷർ കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ ബെഡ് ചെറുതായിട്ടൊന്ന് അടർന്ന് പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നീട് ആ ബെഡിൻ്റെ ഇത് ഹീലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രത്തോളം മഷ്റൂം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ചെറിയൊരു കളർ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചൂട്, അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോഴാണ് കൂണിന് ചെറിയ കളർ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അറിയാം, ഒരുപാട് വീഡിയോസ് ഉണ്ട്. 50 രൂപ മുതൽ മുടക്കിൽ നമുക്ക് കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ, അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവർ കാര്യമായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരും പറഞ്ഞു തരത്തില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ ആയിട്ട് അടിക്കുന്ന വൈക്കോലില്ലേ, എല്ലാവരും വീഡിയോസിൽ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വൈക്കോലിൽ മിക്കതും കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള വൈക്കോലുകളാണ് കേട്ടോ. നമ്മൾ ഫാമിലൊക്കെ കൂണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ ഫോർമാലിനും അതുപോലെ തന്നെ അഗസ്റ്റിനൊക്കെ യൂസ് ചെയ്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ വൈക്കോലിനകത്ത് പ്രശ്നം വരത്തില്ല. നമ്മൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതുപോലെ വൈക്കോലൊക്കെ ചെയ്താൽ എത്ര സ്റ്റെറിലൈസ് ചെയ്താലും അതിനിടയ്ക്ക് പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ബാഗ് ട്രൈക്കോഡെർമ ഒന്ന് പോവാറാണ് കേട്ടോ പതിവ്. ഞാൻ ഇതുപോലെ മഷ്റൂമിൻ്റെ സർട്ടിഫൈഡ് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നാലും നമ്മൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ ബാക്കിയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കൂൺ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അതിനാണ് ആൻസർ തരുന്നത് കേട്ടോ. അല്ലാതെ അവരതൊന്നും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞൻ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.